ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ എന്താ രാവിലെ ഈ തൈരിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഓട്ടയിട്ടിരിക്കണമെന്നല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് 2-3 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ലേശം നാടൻ പയർ കൊണ്ടു തന്നു. ഞങ്ങളുടെ നാട്ടിലതിന് നാടൻ പയർ എന്ന് പറയും, കുറ്റിപ്പയർ എന്നൊക്കെ പറയും. പിന്നെ ഈ പയർ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന പയറിൻ്റെ അത്ര നീളമൊന്നും ഉണ്ടാവില്ല, ഒരു കൈയിൻ്റെ അത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റാണ്. കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് ഞാനത് വെച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ അതിലൊരു 4-5 പയർ നല്ലോണം മൂത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഏതായാലും വിൻ്ററൊക്കെ അല്ലേ വരുന്നത്, ഇവിടെ ചൂടൊക്കെ ഒന്ന് കുറയും. ചെറിയ പാത്രത്തിൽ ലേശം മണ്ണൊക്കെ ഇട്ടിട്ട് ആ വിത്തൊക്കെ ഒന്ന് നട്ട് നോക്കാം, എങ്ങാനും ഉണ്ടായാലോ. ഉണ്ടായി കായ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നല്ല. കുഞ്ഞനാശാൻ ഈ നമ്മളുടെ ഇവിടെ ഫ്ലാറ്റിൽ ജീവിക്കുന്നൊരു ചെടിയൊന്നും കുഴിച്ചിട്ട് നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ട് ദിവസം ഇങ്ങനെ കാണിക്കാമല്ലോ, എങ്ങനെ ചെടി വലുതാവുന്നേ, ഓരോ ദിവസം ഇല വരുന്നതൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 പാത്രത്തിൽ ഇതാ മണ്ണ് നിറച്ച് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ആശാൻ എണീറ്റിട്ടില്ല. അതിനു മുന്നേ നമുക്കത് സെറ്റാക്കണം. വെക്കാൻ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണ് മുഴുവൻ വലിച്ച് താഴെ ഇടും എന്നുള്ളതുകൊണ്ട്, വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് മുന്നിൽ മുകളിലോട്ട് പോകുന്ന കോണിയുണ്ട്. അത് നേരെ ടെറസിൻ്റെ മുകളിലേക്കാണ് പോണത്. ആ കോണി ഇങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ അതിൻ്റെ ലാൻഡിങ്ങിലാണ് ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ ഈ നാടൻ പയർ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് തറവാട് വീട് പുഴയുടെ അടുത്തായതുകൊണ്ട് വെള്ളം കയറലൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛമ്മ വീടിന് ചുറ്റുമുള്ള ചെറിയ സ്ഥലത്ത് കൃഷി ഇറക്കുമായിരുന്നു. അങ്ങനെ വലിയ കൃഷിയൊന്നുമല്ല, അച്ഛമ്മേൻ്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു മത്തനും കുമ്പിളും ചീരയും അതുപോലെ വെണ്ടയ്ക്ക, വഴുതന, കുറേ നാടൻ പയറുകളുടെ വെറൈറ്റി വിത്തുകൾ. അച്ഛമ്മ ഇതൊക്കെ നട്ട് വളർത്തി ഉണ്ടാക്കും. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ പയറായിരുന്നു. അച്ഛമ്മേൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഞാനതിന് പല പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പച്ചപ്പയർ, ചുവന്ന പയർ, വയലറ്റ് പയർ, അതുപോലെ വയലറ്റ് വരയുള്ള പയർ, തത്തമ്മച്ചുണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പയറുണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുവന്ന കളറ്. അതിന് അച്ഛമ്മ പറഞ്ഞിരുന്നത് തത്തമ്മച്ചുണ്ടൻ എന്നാണ്. അച്ഛമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ പയർ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. കാരണം ഇത് കിട്ടാനില്ല അങ്ങനെ, കാരണം കടയിലൊന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയപ്പോഴാണ് അവൾ പറഞ്ഞത്, അവരുടെ അവിടെ ഈ റബ്ബറിൻ്റെ ഇടയിൽ കൃഷിയായിട്ട് ഇടവിളയായിട്ട് ഈ സാധനം ഉണ്ടാക്കും. നീ പറഞ്ഞ വെറൈറ്റി ആവണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ കൊണ്ടുവരാമെന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തായാലും കൊണ്ടുപോയോ, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ഈ പയർ എൻ്റെ കയ്യിലെത്തിയത്. ആശാന്മാരെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഞാനിത് ഒഴിവ് കിട്ടുമ്പോൾ കുഴിച്ചിടാം എന്ന് വിചാരിച്ചിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടച്ചു വെച്ചതായിരുന്നു. ആ പാത്രത്തിൽ വെള്ളമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്തായി, ഈ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ ഇവന്മാരെല്ലാം മുളച്ചു. ഇപ്പം ചിലതിനൊക്കെ 2 ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇതിന്ന് എടുത്തിട്ട് നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് നോക്കാം, ഉണ്ടാവുമായിരിക്കും. അങ്ങനെ കൃഷി ചെയ്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് കയ്യിലുള്ള മണ്ണ് ഉള്ള പാത്രത്തിലൊക്കെ നിറച്ച് അതിൽ മെല്ലെ താത്തി വയ്ക്കുകയാണ് ഞാനിതെല്ലാം. അങ്ങനെ എണ്ണൊന്നും നോക്കണില്ല. എനിക്കിഷ്ടപ്പെട്ട എണ്ണം ഓരോ പാത്രത്തിലും വെച്ചിട്ടുണ്ട്. ചിലതിൽ 4 ഉണ്ട്, ചിലതിൽ 5 ഉണ്ട്. ഇത് എല്ലാവരെയും താത്തിയിട്ടുണ്ട്. ഇത് 2-3 ആഴ്ച മുന്നേ ഞാൻ നട്ട മത്തൻ വൈത്താണ്. കുറേ എണ്ണം മുളച്ചിരുന്നെങ്കിലും ആകെ ഒരെണ്ണമേ പിടിച്ചുള്ളൂ. ഇപ്പോൾ 2-3 ഇലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പടരുമോ വലുതാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പയറുനടിയിലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞനാശാൻ എണീറ്റ് വന്നു. ഓർക്കൊക്കെ കഴിഞ്ഞ് രാവിലത്തെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പിറകിൽ കസേരയിൽ ഇരിപ്പുണ്ട്. നമുക്ക് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ഓട്സിൻ്റെ ഒരു പാൻ കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് ഓട്സ് ഞാൻ മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാം. സാധാരണ ഞാൻ ഇതിൽ റായിൻ്റെ പൊടി കൂടി ചേർക്കാറുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഓട്സ് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പഴത്തിൻ്റെ പകുതിയും മുട്ടയും കൂടി ചേർക്കാം. അവന് 19 മാസമായെങ്കിലും ഞാൻ പഞ്ചസാര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കഴിവതും ഫ്രൂട്ട്സിൻ്റെയൊക്കെ മധുരം തന്നെയാണ് കൊടുക്കാറ്. ഒന്നെങ്കിൽ നല്ല പഴുത്ത പഴം ചേർക്കും, അല്ലെങ്കിൽ ഡേറ്റ്സ് ചേർക്കും. ഇന്ന് എന്തായാലും നല്ല പഴുത്ത പഴം ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് ചേർക്കാം. ഒരു പകുതി പഴം കൂടി ഞാൻ അടിക്കുക. അല്ലാതെ അവൻ പൊതുവേ പഴം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ പാൻ കേക്ക് ആക്കിയിട്ടാണ് ഞാൻ പൊതുവേ കൊടുക്കാറ്. പഴം നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ചേർക്കാം. അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു മുട്ട തിന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പിന്നാലെ നടക്കണം. ഇതാകുമ്പോൾ ഈ മുട്ടയും കൂടി അങ്ങോട്ട് എത്തുമല്ലോ. മുട്ടയും പഴവും കൂടി നന്നായിട്ട് ഒന്നും കൂടി അടിക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഓട്സിൻ്റെ പൊടിയില്ലേ, അത് ഇതിലോട്ട് ചേർത്തിട്ട്
ഒന്നും കൂടി അടിക്കാം. അപ്പോൾ നമുക്ക് നല്ല മാവ് സെറ്റായി കിട്ടും. ഇതാണ് നമ്മുടെ പാൻ കേക്കിൻ്റെ മാവ്. ഇതിനിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. വെള്ളം ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കത് കുറച്ച് ലൂസാക്കി എടുക്കാം. ഞാൻ ഓൾറെഡി പാൻ ഇതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് തന്നെയാണ് എൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. അവൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് തന്നെയായിരിക്കും എൻ്റെയും. 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കുക്കൊന്നും ചെയ്യാറില്ല. ഇതേ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതേ 2 പാൻ കേക്ക് ഒഴിക്കാം. ഇതിൽ വെറും പഴം മാത്രമല്ല കേട്ടോ, നിങ്ങളതിൽ എന്ത് ഫ്രൂട്ടാണുള്ളത് അതെല്ലാം ഇതിൽ അരിഞ്ഞ് ചേർക്കാൻ കൂടി ചെയ്യാം. ഞാൻ സാധാരണ എൻ്റെ കയ്യിൽ മാങ്ങയോ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, അതും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ അതും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുമല്ലോ. ഇന്നിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെറും പ്ലെയിൻ പാൻ കേക്കാണ്. ഇതേ അതിൻ്റെ മുകളിൽ ലേശം നെയ്യ് കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇതാ ഏകദേശം ഒരു സൈഡ് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് മറിച്ചിടാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ 2 പാൻ കേക്ക് മറിച്ചിടാം. ഇതേ നോക്ക്, അടിവശം നല്ലോണം വെന്ത് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും മറിച്ച് മാറി മാറി മറിച്ചിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. എന്നാൽ നമ്മളുടെ പാൻ കേക്ക് സെറ്റായിട്ടുണ്ട്. ഒരാളെൻ്റെ പിറകിൽ ഇവിടെ ഇരുന്ന് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാൻ കേക്ക് വേഗം പ്ലേറ്റിലാക്കാം. ഇത് ഉണ്ടാക്കുന്നതിനേക്കാൾ പാടാണ് ഇനി അവനെ കഴിപ്പിക്കാൻ. ഞാൻ ഏതായാലും പോയിട്ട് ഈ 2 പാൻ കേക്ക് അവനെ ഒന്ന് കഴിപ്പിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കളിയും രാവിലത്തെ തിമിർപ്പൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് ഞാൻ ആശാൻ ഉറക്കിയിട്ടുണ്ട്. രാവിലെ ആ ഒരു കുറച്ച് നേരം അവൻ എനിക്ക് ഹൈ ചെയറിൽ ഇരുന്ന് വരുള്ളൂ കുക്ക് ചെയ്യാൻ. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നടക്കുകയുള്ളൂ. പിന്നത്തെ കുക്കിംഗ് ഒക്കെ അവൻ ഉറങ്ങിയതിന് ശേഷം, കാരണം അവൻ ഉറങ്ങി എണീറ്റതിന് ശേഷം ലഞ്ചും കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ലഞ്ച് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ചോറ് പിറകിൽ കുക്കറിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അവൻ എന്നെ പകൽ അരിയാനൊന്നും സമ്മതിക്കില്ല. കാരണം അപ്പോഴേക്കും ഞാൻ എന്താ അരിയണേന്ന് അറിയണം, കത്തി എന്താണെന്നറിയണം, കട്ടിംഗ് ബോർഡ് എന്താണെന്നറിയണം. അതിൻ്റെ ഇടയിൽ കൈയിടലായി വലിക്കലായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഓൾറെഡി വീക്കെൻഡിൽ തന്നെ മുഴുവനായിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റും. അതൊന്നും ആവശ്യമുള്ളത് എടുത്ത് കുക്ക് ചെയ്യുക. ഇനി ഇങ്ങനെയാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ അധികം സമയം വേണ്ടി വരില്ല. അവൻ ഉറങ്ങുന്ന ചെറിയ സമയത്ത് തന്നെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിയും. ഞാൻ ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഇടുന്നുണ്ട്. മുളക് ഒരു ചെറിയ മുളകേ ഞാൻ എടുക്കണുള്ളൂ, കുഞ്ഞാവയ്ക്കും കൂടി കൊടുക്കണം എന്നുള്ളതുകൊണ്ട്. അതുപോലെ ഇപ്പം ഞാൻ ഓൾറെഡി വെള്ളം ഒഴിക്കണില്ല. ഫ്രോസൺ ആവുകൊണ്ട് ചൂടാകുമ്പോൾ ഓൾറെഡി ഇതിന്ന് വെള്ളം വരും. അതിൽ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചാൽ മതി. എൻ്റെ തേങ്ങ ഇതേപോലെ തന്നെ ഫ്രോസൺ ആണ് കേട്ടോ. ഞാൻ 1-2 പാത്രം വാങ്ങിച്ച് ഫ്രീസറിൽ വെക്കാറാണ്. അതൊന്ന് ആവശ്യമുള്ളപ്പോൾ എടുക്കുക ചെയ്യുക. ഇതായാലും ഉപ്പേരി ഇവിടെ കിടന്ന് ആവട്ടെ. മിനിങ്ങാന്ന് മീൻ വാങ്ങിയപ്പോൾ ഞാനൊരു 3 മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവന് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്കുള്ള മസാല സെറ്റാക്കാണ്. ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂട്ടത്തിൽ ലേശം മല്ലിപ്പൊടി കൂടി. എനിക്ക് അങ്ങനെ മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമാണ്, കാരണം അത് മസാലയ്ക്ക് ലേശം കട്ടി നൽകും, ഒരു ചെറിയ ടേസ്റ്റുമാണ്. അതിൽ ലേശം വെള്ളം ഒഴിച്ച് ഞാൻ മസാല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും അതിലിട്ടിട്ട് അതിൽ നല്ലോണം മസാല പിടിപ്പിക്കാം. മസാല പിടിച്ച് വെക്കാനുള്ള നേരമൊന്നുമില്ല. ഇതിങ്ങനെ മസാല സെറ്റാക്കിയിട്ട് അപ്പം തന്നെ ഞാൻ വറുക്കാൻ പോവാം. കാരണം എണീക്കുന്നതിന് മുന്നേ എൻ്റെ അടുക്കളപ്പണി മുഴുവൻ കഴിയണം, അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. സാധാരണ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെയാണ്, പക്ഷെ എനിക്കത് നേരമില്ല. ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അത് ലേശം ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടിട്ടുണ്ട്. അതും മീൻ വറക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നൽകും. ആ എണ്ണയിൽ അതൊന്ന് കിടന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് മീനെടുത്ത് വയ്ക്കാം. കുഞ്ഞനാശാനെ മാത്രം കൊടുക്കാനുള്ളതാവുകൊണ്ട് ഞാൻ അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല, ലേശം എരി ഇട്ടിട്ടേ ഉള്ളൂ. അവന് എരിവൊക്കെ ഇഷ്ടമാണ്, എന്നാലും ഞാൻ അധികം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇറച്ചി മീനൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മീൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാറ്. കാരണം അങ്ങനെ വേവിക്കുമ്പോൾ വറുത്ത് കഴിഞ്ഞാലും അത് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും അതിൻ്റെ ഉള്ളിൽ. മീൻ ഗ്യാസിൽ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് പോന്നതാണ്. ആ മീൻ വേവുന്ന നേരം കൊണ്ട് നമുക്കിതേ റൂമിലെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് ഒന്ന് അടിച്ചു വരാം. എന്നാൽ അവൻ നീക്കണതിന് മുന്നേ എൻ്റെ ഈ പണിയും കൂടി കഴിയാലോ. നമ്മൾ അമ്മമാർക്ക് ഒരു പണി കഴിഞ്ഞിട്ട് അടുത്തത് എന്നില്ല, ഒന്ന് കഴിയണ കൂട്ടത്തിൽ അടുത്തതും കൂടി എങ്ങനെ തീർക്കാം എന്നാണ് നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം സമയം എപ്പോഴും കുറവായിരിക്കുമല്ലോ. മീനെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അവൻ എണീറ്റ് കഴിഞ്ഞാൽ ചോറ് കൊടുക്കാം. കുക്കിങ്ങും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. എന്നാൽ കുഞ്ഞനാശൻ ഇപ്പോഴും എണീറ്റിട്ടില്ല. അപ്പം എന്നാൽ ഞാൻ കരുതി പിടിച്ച പിടിയാലെ നിലം തുടയ്ക്കും കൂടി ചെയ്യാമെന്ന്. അവൻ എണീറ്റിട്ടാണ് ഈ പരിപാടി എന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ നിലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടായിരിക്കും. പിന്നെ തറയിൽ വീഴാൻ വേറെ ഒന്നും വേണ്ടല്ലോ.
കൂടാതെ ഈ തുടയ്ക്കുന്ന കോല് പിന്നെ അവന് വേണ്ടി വരും, അവൻ്റെ വക തുടയ്ക്കേണ്ടി വരും. ആ കച്ചറ വേറെ. അതിനേക്കാളും നല്ലത് അവൻ എണീക്കുന്നതിന് മുന്നേ ഇതങ്ങ് തുടച്ച് തീർക്കുക. വെറുതെയാണ് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത്. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മാക്സിമം അത്രയേ വേണ്ടുള്ളൂ ഈ വീട് പഴയ പോലെ അവൻ്റെ കളിപ്പാട്ടം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ആ കൊട്ട വരച്ചിട്ട് എല്ലാം ഇവിടെ കൊണ്ടുവന്നിടും. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി എടുത്ത് വെച്ച് വൃത്തിയാക്കി തുടയ്ക്കുകയാണ്. എത്രയായാലും നിലത്തിരിക്കുകയും കളിക്കുകയും ചെയ്യണമല്ലോ. അതേപോലെ തന്നെ ഇപ്പോഴും നിലത്ത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ പെറുക്കി തിന്നുകയും ചെയ്യും. ഞാൻ ഹാളും അടുക്കളയും മാത്രമേ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ബെഡ്റൂമിലോട്ട് ഞാൻ കയറുന്നില്ല. ഇനി ഞാനിങ്ങ് ആ ബെഡ്റൂമിൽ കയറിയിട്ട് എൻ്റെ കാലൊച്ച കേട്ടിട്ടോ സാധനങ്ങൾ എന്തെങ്കിലും തട്ടി താഴെ വീണ് അതിൻ്റെ ഒച്ച കേട്ടിട്ടോ എങ്ങാൻ അവൻ ഉണരുകയോ ഉറക്കം മതിയാവാതെ എണീക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറിന് ഇവിടെ കരച്ചിലായിരിക്കും. പിന്നെ ലഞ്ച് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് അവൻ സ്വയം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ്. കുഞ്ഞിനാശാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് സ്വഭാവമൊക്കെ നന്നായി ലഞ്ച് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അതേ നമുക്ക് ലഞ്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കി ചോറ്, ക്യാബേജ് ഉപ്പേരി, പിന്നെ മത്തി പിടിച്ചതും. പിന്നെ ഞാൻ ലേശം മുരിങ്ങൻ്റെ ഇല കറിയും കൂടി ഉണ്ടാക്കി കേട്ടോ. പെട്ടെന്നാണ് ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞത് ഞാൻ ഊണ് കഴിക്കാൻ വരുന്നുണ്ട് എന്ന്. എനിക്കും കുഞ്ഞിനാശാനും കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂപ്പര് വരുന്നുണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം ലേശം മുരിങ്ങയിലും കൂടി താളിച്ചു. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു.